ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മജോട്ടയുടെ 4 മോഡൽസ് അൺകാർഡ് ചെയ്തായിരുന്നു. ആയിരിക്കുന്നതാണ് ഈ 4 മോഡൽ: സ്വിഫ്റ്റ്, മസ്തങ്, പിന്നെ ഓഡിയുടെ A1, പിന്നെ റാംഗ്ലർ. സോ നമ്മൾ വീണ്ടും പോയി കാർ മേടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനൊരു 4-5 കാറോടെ മേടിച്ചിട്ടുണ്ട്. അതിലൊരു 2 കാർ നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് ഈ വരുന്ന ഹോട്ട് വീല് എൻ്റെ ഒരു സുഹൃത്തെടുത്താണ്. പുള്ളിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ബില്ലൊക്കെ പേ ചെയ്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ അത് എനിക്ക് തന്നു. ഒരു ഹോട്ട് വീലിൻ്റെ മോഡലാണ് ഈ ഇരിക്കുന്നത്. ആൻഡ് ഇത് രണ്ടുമാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച മജോട്ടയുടെ മോഡൽ. വീണ്ടും ഒരു 3 മോഡലൂടെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് നമ്മൾ പതുക്കെ കാണിക്കുന്നതായിരിക്കും. സോ വീഡിയോ ലെങ്ത് കൂടിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ 2 വീതം കാണിക്കുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓഡിയുടെ R8 എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഓൾറെഡി ഞാൻ അൺകാർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇതാണ് ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇതിന് വലിയ സസ്പെൻഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആൻഡ് ഇത് പ്രീമിയം മോഡലൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ഡോറോ കാര്യങ്ങളൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ആൻഡ് സസ്പെൻഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള മോഡലാണ്. ഇത് മജോട്ടയുടെ മോഡലാണ് വരുന്നത്. ഇൻറ്റീരിയർ വൈസ് നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ടിൻ്റ് അടിച്ചിരിക്കുന്ന കാരണം നമുക്ക് ഇൻറ്റീരിയർ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണില്ല. ആൻഡ് എഞ്ചിൻ ബേഡ് അവിടെ നോക്കിയാലും കുഴപ്പമില്ലാത്ത കൊടുത്തിട്ടുണ്ട്. 199 ആണ് പ്രൈസ് വരുന്നത്. സോ ആ ഒരു പ്രൈസ് കൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത്. സോ ഇവന്മാരോട് തന്നെ പ്ലേസ് ചെയ്യാം. സോ സെക്കൻഡ് വൺ, അതിന് ഞാൻ ഹോട്ട് വീലിൻ്റെ കാണിച്ചു തരാം. ഇതാണ് ഹോട്ട് വീലിൻ്റെ റെനോൾട്ടിൻ്റെ എസ്കേപ്പ് F1 എന്ന മോഡൽ. സോ ഇതത്ര കിട്ടാൻ വലിയ പാടുള്ള മോഡലൊന്നുമല്ല. എല്ലായിടത്തും അവൈലബിൾ ആകുന്നൊരു മോഡലാണ്. 179 പ്രൈസ് വരുന്ന മോഡലാണ്. എന്താണെന്നറിയില്ല, പുള്ളി ഇതെടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി ഹോട്ട് വീലിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഇതെടുത്തിട്ട് ഈ കയ്യിലുള്ളതുകൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, എനിക്കിത് തിരിച്ചു തന്നു. ഞാൻ വെച്ചോളാൻ പറഞ്ഞു. സോ അങ്ങനെ കിട്ടിയൊരു മോഡലാണ്, അതായത് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു മോഡലാണ്. ആൻഡ് പൊതുവെ എനിക്ക് യെല്ലോ ഷെയ്ഡ് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ആൻഡ് എനിക്ക് കിട്ടുന്ന മോഡൽസ് എല്ലാം, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലെല്ലാം യെല്ലോയിലാണ് വരുന്നത് കേട്ടോ. ഈ മസ്തങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇതൊരു ഗോൾഡൻ യെല്ലോ ആണ് കാരണം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതൊരു പ്യുവർ യെല്ലോ ആണ്. ആൻഡ് കുഴപ്പമില്ല, ധ്യാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി നോക്കില്ലെന്നാണ്. അപ്പോൾ ഇതും കൊള്ളാം. സോ നമുക്ക് ഇതിവിടെ പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതും ഒരു യെല്ലോ ഷെയ്ഡിലാണ്. പക്ഷേ ഇത് മസ്തങ് ആയ കാരണമാണ് ഞാനെടുത്തത്. ഇതിൻ്റെ വേറെ ഷെയ്ഡോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് മസ്തങ് ബോസിൻ്റെ 302 എന്ന് പറയുന്നൊരു എഡിഷനാണ്. ആൻഡ് ഇത് 2015, 12, 13, 14, 15 ആ ഒരു എന്താ പറയുക ഇയറിൽ ഇറങ്ങിയ ഒരു മോഡലിൻ്റെ ഒരു എന്താ പറയുക ഡൈകാസ്റ്റ് മോഡലാണിത്. ആൻഡ് ഇനി വരുന്നത് ഒരു 2018, 19 ആ ഒരു റേഞ്ച് വരുന്ന മോഡലാണ്. ആൻഡ് ഇതൊരു പ്രീമിയം മോഡലാണ്. ഇത് 399 വരുന്നതാണ്. ഇതിൻ്റെ ഡോറൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്, അതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. ആൻഡ് ഇതിൻ്റെ ഡോറോ കാര്യങ്ങളൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓടി പോലെയല്ല, നമുക്കിതിന് സസ്പെൻഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സസ്പെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കമ്പിയൊക്കെ കാണാൻ പറ്റും. സോ ഇതിന് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആൻഡ് ഈ വണ്ടി ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ NFS 2 മോസ്റ്റ് വാണ്ടഡ് 2 ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് മസ്തങ്ങിൻ്റെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി എടുക്കാൻ കാരണം. ആൻഡ് ഇതിന് കുറച്ച് ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ലോഗോയും കാര്യങ്ങളും കുറച്ച് ഡിഫറൻസ് ആണ്. ആൻഡ് ഇവിടെ വരുന്നത് കോബ്രയുടെ ഒരു ലോഗോയാണ് വരുന്നത്. ആൻഡ് ഇതിൽ വരുമ്പോഴത്തേക്കിനും അത് മസ്തങ്ങിൻ്റെ മറ്റേ കുതിര ചാടുന്ന ലോഗോ തന്നെയാണ്. ഇത് കുറച്ച് അഗ്രസീവാണ് കേട്ടോ. നിങ്ങൾ കാസ്റ്റിങ്ങിൽ തന്നെ വ്യത്യാസം അറിയാം, അതുപോലെ തന്നെ മോഡലിന് വ്യത്യാസം അറിയാം. ഇത് കുറച്ച് ഒഴുക്കൻ എന്താ പറയുക ഡിസൈനാണ്. ഇത് കുറച്ച് അഗ്രസീവായിട്ടുള്ള ഡിസൈനാണ്. രണ്ടും യെല്ലോ ആണ് വരുന്നത്. ഇതൊരു ഗോൾഡൻ യെല്ലോ. ആൻഡ് ഇത് വരുന്നത് പ്യുവർ യെല്ലോയിലാണ് വരുന്നത്. അതുപോലെ തന്നെ സെൻറ്ററിൽ കൂടെ ബ്ലാക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് മസ്തങ് എന്ന് പറയുന്നത്. ഞാൻ ഒരു BMW ഫാനാണ്. പിന്നെ എനിക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നൊരു മോഡലാണ് മസ്തങ്ങിൻ്റെ അല്ലെങ്കിൽ ഫോർഡിൻ്റെ മസ്തങ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. സോ ഈ 2 മോഡലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിൽ പിന്നെ ഒരു യാരിസ് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ആൽഫ റോമിയോ ഒരു കാർ ഇരിപ്പുണ്ട്, അതുപോലെ ഫിയറ്റിൻ്റെ ഒരു കാർ ഇരിപ്പുണ്ട്. സോ അതെല്ലാം നമ്മൾ പതിയെ കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ ഇത്രയാണ് മജോറിറ്റിയുടെ ഞാൻ മേടിച്ചിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത്. അതിലിത് ഹോട്ട് വീലാണ്. ആൻഡ് ഇവിടെ ഒരു പെട്ടിയുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ 1/64 സ്കെയിലുള്ള വണ്ടികളൊക്കെ വെക്കുന്ന മോഡൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽസും കാര്യങ്ങളും ഉള്ളൂ. ഇതിൻ്റെ അത് കൂടുതൽ വയ്ക്കുന്ന ഹോട്ട് വീലാണ്. ഇതായിരിക്കുന്ന കുഞ്ഞൻ കസ്റ്റമൈസ് ചെയ്ത വണ്ടി. ഇത് ഇത്രയും ഹോട്ട് വീൽസിൻ്റെ ആണ് ഇരിക്കുന്നത്. ഇത് രണ്ടും വേറെ ഏതോ ബ്രാൻഡാണ്. ഇത് വരുന്ന നോറവിൻ്റെ ഒരു സിട്രോൺ C5 ക്രോസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് നല്ല ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, അതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. അതിൽ ഇത്രയാണ് എൻ്റെ 1/64 ഇരിക്കുന്നത്. ഇതിരിക്കുന്ന മജോട്ടയുടെ എക്സ്കവേറ്ററും അതിൻ്റെ ട്രക്കും ട്രെയിലറും കൂടെയാണ് ഇരിക്കുന്നത്. സോ നമ്മളിതിലേക്ക് നമ്മുടെ വണ്ടികളെ പെറുക്കി വെക്കാം. ഇത് ഫസ്റ്റ് നമ്മുടെ ഇപ്പം മേടിച്ച മസ്തങ്ക്, ഇത് നമ്മൾ ഫസ്റ്റ് മേടിച്ച മസ്തങ്ക്. ആൻഡ് ഇതാ റിനോൾട്ടിൻ്റെ വണ്ടി, മൊത്തം ഒരു മഞ്ഞമയല്ലേ. ഇത് ട്രെയിലറും മഞ്ഞായിട്ടിരിക്കുന്നു. ആൻഡ് ഇത് നമ്മുടെ ഓടി R8 വെക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് ഇത് ഇവിടെ വെക്കാം. ആൻഡ് നമ്മുടെ സ്വിഫ്റ്റ്, അതുപോലെ തന്നെ ഓടി A1 അതും വെക്കാൻ സ്പേസ് ഇല്ല, അത് ഇവിടെ വെക്കാം. ആൻഡ് ഇത് നമ്മുടെ ജീപ്പ് റാംഗ്ലർ, അത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്, ഇങ്ങോട്ട് നീക്കി വെക്കാം. ഇരിക്കില്ല, ഇവിടെ തന്നെ വെച്ചേക്കാം. പിന്നെ നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ ആ ബൈക്കാണ് ഇവിടെ ഇങ്ങനെ കിടത്താം. ഇത് ഹോണ്ടയുടെ ബൈക്ക്. ഇത്രയാണ് എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന മോഡൽസ്. ആൻഡ് നമ്മുടെ ഇതിൽ കുറച്ച് വേറെ മോഡലൂടെ ഉണ്ട്. ഇതുണ്ടോ ഈ വണ്ടി മജോട്ടയുടെ മോഡൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആൽഫ റോമിയോ ഉണ്ട്. അതുപോലെ തന്നെ ഒരു യാരിസിൻ്റെ പ്രീമിയം കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ
മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മജോർട്ടയുടെ അൺഗാർഡ് ചെയ്തിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. 2-3 മോഡൽസ് കൂടെ അൺഗാർഡ് ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്ന കാരണമാണ് ഞാൻ വീഡിയോ ഷോർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ അൺഗാർഡ് ചെയ്ത മോഡൽസ്. ഇതിൽ മാത്രമാണ് ഹോട്ട് വീൽ ഇടുന്നത്, ബാക്കിയെല്ലാം മജോർട്ടയുടെ മോഡൽസാണ്. എൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വണ്ടികളൊക്കെ അവിടെ കിടക്കുമ്പോഴത്തേക്കിന് ആളുകൾ വന്നിട്ട് കുറേ ഫാൻറ്റസി കാറുകളൊക്കെ എടുത്തുകൊണ്ട്, ഇപ്പോൾ ഹോട്ട് വീലിൻ്റെ ആണെങ്കിൽ തന്നെ കുറേ ഫാൻറ്റസി കാറുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. നമുക്ക് അറിയാഞ്ഞിട്ടെങ്കിലും ചിലപ്പോൾ അവരുടെ പിള്ളേർക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കാം. അത്ര കളക്ഷൻ എന്താ പറയുക, അത്ര വണ്ടികളോടൊന്നും ഇത്ര താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഹോട്ട് വീലിനെക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട മോഡൽസാണ് മജോർട്ടയുടെ. അപ്പോൾ ഇതുപോലുള്ള 1/64 സ്കെയിലുള്ള കാറുകൾ അൺബോക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ കാർ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അവൈലബിൾ ആകുന്ന എല്ലാ കാറും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.